ഈ ചൂട് സമയത്ത് ശരീരം തണുപ്പിക്കാനായിട്ട് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയാലും അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ടായാലും കുഴപ്പമില്ല, എല്ലാ ഫ്രൂട്ട്സും കൂടി ചറപറ വെട്ടിപ്പറക്കി പാത്രത്തിലോട്ട് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് കൂടിയ ഫ്രൂട്ടും തണ്ണിമത്തനായതുകൊണ്ട് ഞാൻ കുറച്ച് ആധികാരികമായി സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൂടിയുള്ള എല്ലാ ഫ്രൂട്ടും കൂടിയൊക്കെ എടുത്ത് വാരിപ്പറക്കി നേരെ പാത്രത്തോട്ടിടുക. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് അത് തണ്ണിമത്തനും അതുപോലെ തന്നെ ഈ മുന്തിരിങ്ങ, പിന്നെ കുറച്ചൊരു പീസ് ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നേരെ വെട്ടിപ്പറക്കി പാത്രത്തിലോട്ടിട്ട് കുറച്ച് പഞ്ചസാരയും പിന്നെ പാല് വേണമെന്നുള്ള ഒരു പാലും ഒക്കെ ഒഴിച്ച് നല്ല ഇടിച്ച് പിഴിഞ്ഞ് ജ്യൂസാക്കി എടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഒരു നുള്ള് ഏലക്ക, ഒരേ ഒരു ഏലക്ക എടുത്ത് ഇതിലിട്ടാൽ നല്ല ഫ്ലേവറാണ്. അടിപൊളി സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. നമ്മൾ കുറച്ച് ആർഭാടം കാണിച്ച് കൂടുതലൊക്കെ വാരിപ്പറക്കി ഇട്ട് കഴിഞ്ഞാൽ ഓവറായി പോവും. കൂടുതൽ ഫ്ലേവർ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശക്കലം ഇത്തിരി പൂലം പഞ്ചാരയെ യൂസ് ചെയ്യാറ്. ഇവിടെ അച്ചാമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പൂലം, അമ്മ പഞ്ചാരയെ വേണ്ടെന്നാണ് പറഞ്ഞത്, എന്നാലും എനിക്ക് പാവം തോന്നി ഒരു ഇച്ചിരി പൂലം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇതെങ്ങനെയെങ്കിലും എടുത്ത് ചതച്ച് ഇടിച്ച് പിഴിഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിൽ ഒഴിക്കാതെ വെള്ളം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. ഇത് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാലം ഒന്നും ഇത് നടപടിയാവൂല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നൈസിനായിട്ട് അമ്മയെടുത്ത് പറഞ്ഞു കേട്ടോ. പിന്നെ ലാസ്റ്റ് അമ്മയും കൂടി വന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇടിച്ച് പിഴിഞ്ഞ് ഒരു 10 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട. ഞാൻ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പാടുള്ള പണിയാണെന്ന് തോന്നും, പക്ഷേ തണ്ണിമത്തൻ ചതയ്ക്കുക എന്നുള്ള എത്ര ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ ഫ്രൂട്ടും ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടണം, അത്രേ ഉള്ളൂ. എന്നും പറഞ്ഞ് നമ്മൾ അതിബുദ്ധി കാണിച്ച് മിക്സിയിലെടുത്തിട്ട് അടിക്കരുത്. കാരണം നമുക്കിതൊന്ന് കടിക്കാൻ കിട്ടണം, എന്നാലേ ഇത് നമുക്ക് കുടിക്കാനൊരു ത്വര തോന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ആർഭാടത്തിന് കുറച്ച് മാത്രം കസ്കസ്, ഞാനിവിടെ ആണെങ്കിൽ ഇച്ചിരി എനിക്ക് ആർഭാടം കൂടിപ്പോയത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ കസ്കസ് എടുത്ത് തട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ആ ഗ്ലാസ് നിറച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ കുറച്ച് ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പുരം പാലും 2 കട്ട ഐസ് ക്യൂബും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ഒരു പാൽ സർബത്തായിട്ട് കുടിക്കാം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെയും കുടിക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ വേണമെങ്കിൽ ശകലം ഇച്ചിരി പൂലം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, എന്തായാലും ചെറുപറ പിള്ളേരുകൾ അത്രയും കാണും. ആ സ്ഥിതിക്ക് ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇത് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ച് പറയുന്നതെന്ന്. നമ്മൾ മാത്രം ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ഏത് വിധത്തിൽ ഉണ്ടാക്കണം എന്നുള്ള 2-3 ഐറ്റം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നത് വരേക്കും ബൈ ബൈ.